നീ ഈ വേഷം ഇട്ടിട്ടാണോ വിരുന്നിന് വരാൻ പോണത്? എന്താ അമ്മ? നമ്മുടെ കുടുംബത്തിന് ഒരു നിലയും വിലയും ഉണ്ട്. ഇല്ലേലും കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ഒരു വീട്ടിൽ പോകുമ്പോ ഈ ജീൻസ് ടോപ്പ് ഇട്ടിട്ടാണോ പോണത്? അമ്മ, ഇത് ജയറാം വാങ്ങി തന്നതാ. ജയറാം തന്നെ ഇതെന്നോട് ഇടാൻ പറഞ്ഞത്. ജയറാമ? ഭർത്താവിന് പേര് പറഞ്ഞാണോ വിളിക്കണത്? ഇല്ലേലും നിന്റെ വീട്ടിലെങ്ങനെ അമ്മ അച്ഛൻ അങ്ങനെ തന്നെ വിളിക്കണത്? ഒന്നുമില്ലേലും അവൻ നിന്നെക്കാൾ 5 വയസ്സിന് മൂത്തയല്ലേ? ആ പ്രായത്തെങ്കിലും ഒന്ന് ബഹുമാനിച്ചൂടെ? അല്ല, നിന്റെ നെറ്റിയില് സിന്ദൂരം എവിടെ? ഇതൊന്നും നിന്റെ വീട്ടിൽ ആരും പറഞ്ഞു തന്നിട്ടില്ലേ? അമ്മ, അത് പിന്നെ അവൾക്ക് ഇവിടുത്തെ രീതികളൊന്നും അറിയില്ലല്ലോ. അമ്മ എല്ലാം ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. നീ ഒരു കാര്യം ചെയ്, നീ പോയി ഒരു പട്ടു സാരി എടുത്തു കൊടുത്ത് കുറച്ച് സ്വർണം എടുത്തിട്. പോണ വീട്ടില് ഇതെല്ലാം അവര് ശ്രദ്ധിക്കും. എടാ, സമയമായി. നീ ഒന്ന് പെട്ടെന്ന് പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തില്ല. മാൽദീവ്സ് ആണോ തായ്ലൻഡ് ആണോ എന്ന് ഇന്ന് ഈവനിങ് കൺഫേം ചെയ്ത് പറയാം. രണ്ടായാലും നെക്സ്റ്റ് വീക്ക് ടിക്കറ്റ് അവൈലബിൾ അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. ഹോ, അങ്ങനെ ഞാനും ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകാൻ പോവാ. ശരിക്കും പറഞ്ഞാ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഹണിമൂൺ ഇതുപോലെ എവിടെയെങ്കിലും പോകണമെന്ന്. അങ്ങനെയാണെങ്കിൽ നീ തന്നെ ഫിക്സ് ചെയ്യും എവിടെ പോകണമെന്ന്. നിങ്ങൾ എവിടെ പോണ കാര്യമാണ് പറഞ്ഞോണ്ടിരിക്കുന്നേ? അതമ്മ, നെക്സ്റ്റ് വീക്ക് ഹണിമൂണിന് മാൽദീവ്സോ തായ്ലൻഡോ പോയെന്ന് ഇങ്ങനെ ആലോചിക്കാം. അതിനെല്ലാം ഒരുപാട് കാശാവൂലേ? ഒരു 5 ഡേ പാക്കേജ് ആണ് നോക്കുന്നത്. ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ ചെലവ് വരും. നിനക്കെന്താടാ വട്ടായ? 5 ദിവസത്തെ വേണ്ടി 1.5 ലക്ഷം രൂപ ചെലവാക്കാനാ? ഇപ്പൊ തന്നെ നിന്റെ കല്യാണത്തിന് എത്രയാണ് ചെലവായെന്ന് വല്ല പിടിയുണ്ടാ? എടാ, നീ ഇപ്പൊ ഒറ്റ തടിയൊന്നുമല്ല, ഒരു കുടുംബമൊക്കെ ആയി. ഇനി വേണം നീ നോക്കി കണ്ട് ചെലവാക്കാൻ. ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്ക് എത്ര ദിവസം ലീവ് ഉണ്ട്? അടുത്ത ആഴ്ചയും കൂടെ ലീവ് ഉണ്ടമ്മ. അത് ഏതായാലും നന്നായി. ഈ കല്യാണം ഭംഗിയായിട്ട് നടന്ന കുടുംബത്തോടെ തിരിച്ചു ദൂർക്കും തിരുപ്പതിക്ക് പോകാമെന്ന് എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു. ഏതായാലും ഇനി അതിനെ വെച്ച് താമസിപ്പിക്കണ്ട. നമുക്ക് എല്ലാവർക്കും ഈ ഞായറാഴ്ച തന്നെ അങ്ങ് പോവാം. അതെ, അറിയാലോ, അടുത്ത ആഴ്ച എന്റെ അനിയന്റെ കല്യാണം. ഈ മൺഡേ തന്നെ നമുക്ക് പോകണം. അതുകൊണ്ട് ബോസിന്റെ പെർമിഷനൊക്കെ നേരത്തെ അങ്ങ് മേടിച്ച് വെച്ചേക്കണം. അതിന് ബോസിന്റെ പെർമിഷൻ എത്ര ചോദിക്കാൻ തോന്നിയിരിക്കുന്നു? ലീവിനങ്ങ് അപ്ലൈ ചെയ്താ പോരെ? ഓഫീസിലെ ബോസിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, വീട്ടിലെ നിങ്ങളുടെ ബോസിന്റെ പെർമിഷൻ മേടിക്കുന്ന കാര്യമാണ് പറഞ്ഞേ. അമ്മയാ? അമ്മ ഒന്നും പറയത്തൊന്നുമില്ല. എടി, അതല്ലെങ്കിൽ തന്നെ എന്റെ അളിയന്റെ കല്യാണം ഞാൻ തന്നെ ഇല്ലേ ഫ്രണ്ടിൽ നിന്ന് നടത്തി കൊടുക്കണ്ടേ? പറച്ചില് കേൾക്കാനൊക്കെ കൊള്ളാം, പക്ഷേ നിങ്ങളെ നിങ്ങളുടെ അമ്മേനെ എനിക്ക് തീരെ വിശ്വാസമില്ല. ഹണിമൂണ് മാൽഡീവ്സും തായ്ലൻഡും ഒക്കെ പോകാന്ന് പറഞ്ഞിട്ട് തിരുച്ചെന്തൂർ കൊണ്ടുപോയ ടീംസാ. പോരാത്തേന് നമ്മൾ വല്ല പ്ലാനും കൊണ്ടുവരുമ്പോ നിങ്ങളുടെ അമ്മ വേറെ വല്ല പ്ലാനുമായിട്ട് വരും. നിങ്ങളാണെങ്കിൽ അതും കേട്ട് വാ തുറക്കാതെ മലക്കം പറയും. അവസാനം വെറുതെ നമ്മൾ ഇതിന്റെ പേരിൽ അടിയുണ്ടാവും. എന്തിനാ വെറുതെ? അതുകൊണ്ട് പോയി പെർമിഷൻ മേടിച്ചിട്ടോ പോ പോ ചെല്ല്. അമ്മ, 28-ാം തീയതി രേവുവിന്റെ അനിയന്റെ കല്യാണമല്ലേ? ഞങ്ങളതുകൊണ്ട് ഒരാഴ്ച മുന്നേ പോയാലോ എന്ന് ആലോചിക്കുക. ഒരാഴ്ച മുമ്പേ നീ അവിടെ പോയിട്ട് എന്തെടുക്കാനാ? ഇപ്പൊ തന്നെ നിന്റെ കല്യാണം പ്രമാണിച്ച് ഒരുപാട് ലീവ് എടുത്തതല്ലേ ഉള്ളൂ. അല്ലമ്മ, രേവുവിന് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എടാ, അവക്ക് ഷോപ്പിംഗ് ഉണ്ടെങ്കിൽ അവിടെ നേരത്തെ പോട്ട്. നീ പോയാലേ ഷോപ്പിംഗ് നടക്കുള്ളൂ എന്നൊന്നും ഇല്ലല്ലോ. അല്ല, നീ പോയാൽ ഞങ്ങൾ എങ്ങനെ വരും? അച്ഛന് ഇത്രയും ദൂരം വണ്ടി ഓടിക്കാൻ ഒന്നും പറ്റൂല. അപ്പൊ അമ്മ, അവളെങ്ങനെ പോവും? എടാ, തിങ്കളാഴ്ച അവളുടെ മാമ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. നീ ഒന്ന് ചെയ്, നീ അവളെ അങ്ങേരുടെ കൂടെ പറഞ്ഞു വിട്. നമുക്ക് എല്ലാവർക്കും തലേ ദിവസം അങ്ങ് പോവാം. ഇല്ലേ ഇല്ല, അതിന്റെ ആവശ്യമുള്ളൂ. സമയം കണ്ട മണി 9 നിന്റെ ഭാര്യ എവിടെ പോയി കിടക്കുക? അമ്മ, ഇനി ഒരു 6 മാസത്തേക്ക് അവർക്ക് 1 മണി തൊട്ട് 9 മണി വരെ ഷിഫ്റ്റ്. അതാ അവള് ലേറ്റ് ആവുന്നത്. 9 മണിയാ? ഈ പെണ്ണുങ്ങള് പാതിരാത്രി കയറി വരുന്ന പണിയൊന്നും നമുക്ക് ശരിയാവൂല. ഇല്ലേലും ഒരു കണക്കില്ലേ? എനിക്ക് പ്രായമായി വരിക, ഒറ്റയ്ക്ക് അടുക്കളയിൽ കിടന്ന് പണിയെടുക്കാവുന്ന എനിക്ക് വയ്യ. അമ്മ, ഞാൻ അവളോട് പറയാം അമ്മയെ കിച്ചണിലൊന്ന് ഹെൽപ്പ് ചെയ്യാൻ. അല്ല, ഈ 9-10 മണിക്ക് വന്നിട്ട് അവളെ എന്ത് ഹെൽപ്പ് ചെയ്യാനാ? നമുക്കെല്ലാം ആഹാരം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, അവളെ ജോലി വേണ്ടാന്ന് വെക്കാൻ പറ. പെട്ടെന്ന് ജോലി വേണ്ടെന്ന് വെക്കാൻ പറഞ്ഞാൽ ഇക്കാലത്ത് 2 പേർക്കും വരുമാനം ഉണ്ടെങ്കിലല്ലേ മര്യാദയ്ക്കൊന്ന് ജീവിക്കാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ സുധാകരന്റെ മോളെല്ലാം ചെയ്യണ പോലെ വീട്ടിൽ ഇരുന്ന് ചെയ്യുന്ന പണി വല്ലതും നോക്കാൻ പറ. അമ്മ, അവളുടെ ഓഫീസിൽ വർക്ക് ഫ്രം ഹോം ഒന്നും കിട്ടില്ല. അതൊന്നും എനിക്കറിയണ്ട. നാളെ ഒരു കുഞ്ഞായ കുഞ്ഞിനെയും നോക്കി വീട്ടുപണിയെല്ലാം ചെയ്യാനുള്ള ശക്തി ഒന്നും എനിക്കില്ല.
അതുകൊണ്ട് അവളോട് മര്യാദയ്ക്ക് ജോലി വിടാൻ പറ. മോള് വന്നാ ഡിന്നർ എടുക്കട്ടെ? ആ അമ്മ, ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ദാ. രഘു, ഈ 9 മണി ഷിഫ്റ്റ് കുറച്ച് സീനാണല്ലേ? ഇപ്പം തന്നെ മണി 9:45. മാത്രമല്ല നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും കിട്ടുന്നില്ല. ഇനി ഒരു 6 മാസം സഹിച്ചേ പറ്റൂ. ഭാഗ്യ നൈറ്റ് ഷിഫ്റ്റ് ഇടാത്തത്. രഘു, നിനക്ക് ഈ ജോബ് വിട്ടിട്ട് വല്ല വർക്ക് ഫ്രം ഹോം ജോബും ട്രൈ ചെയ്തോടെ? അതാവുമ്പോൾ ഈ അലച്ചിലൊക്കെ നിനക്ക് ഒഴിവാക്കാമല്ലോ. ഇത്ര വലിയ കമ്പനിയിലെ ജോലി ചുമ്മാ അങ്ങ് വിടാനോ? നിങ്ങൾക്ക് എന്ത് പറ്റി? അല്ല, ഈ ടൈമിങ് ഇച്ചിരി പ്രശ്നമാണ്. എന്താ അമ്മ വല്ലതും പറഞ്ഞോ? ഇല്ല, അമ്മ ഒന്നും പറഞ്ഞില്ല. ഞാൻ നോക്കുമ്പോൾ അമ്മ തനിച്ച് കിച്ചണിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ്. അത് മാത്രമല്ല, നമുക്കും ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നില്ലല്ലോ. ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നില്ല? നിങ്ങൾ ചുമ്മാ കിടന്ന് ഉരുളയൊന്നും വേണ്ട. നിങ്ങളുടെ അമ്മ ഞാൻ ഇവരെ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞല്ലേ? അയ്യോ എടാ, അമ്മ ജോലിക്ക് പോകണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ സേഫ് അല്ലാത്തതുകൊണ്ട് വർക്ക് ഫ്രം ഹോം ട്രൈ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു, അത്രയേ ഉള്ളൂ. അമ്മ ചോദിച്ചത് പോട്ടെ, ഓഫീസ് ക്യാബിൽ വരണത് എന്നെ പോലെ നിങ്ങൾക്ക് സേഫ് അല്ലാണ്ടായത്? കല്യാണത്തിന് മുമ്പ് ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്നും എനിക്കൊരു കുഴപ്പം ഉണ്ടായിട്ടില്ല. എടാ, കല്യാണത്തിന് മുന്നേ ഉള്ളതുപോലെ അല്ലല്ലോ. ഇപ്പോൾ നിനക്ക് അല്ലാതെയും കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഇല്ലേ? നിങ്ങൾ വളഞ്ഞു വളഞ്ഞ് എങ്ങോട്ടാ കയറി വരുന്നത് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ അമ്മ രാത്രി തനിച്ച് കിച്ചണിൽ കഷ്ടപ്പെടണമെന്നുള്ളതുകൊണ്ട് ഞാൻ ജോലി റിസൈൻ ചെയ്ത് വീട്ടിൽ ഇരിക്കണം അല്ലേ? നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യ? നിങ്ങളുടെ അമ്മ പറഞ്ഞ അതുപോലെ വന്ന് എന്നോട് പറയേ. നീ വെറുതെ ഒച്ച വെക്കല്ലേ. എന്നെ കൊണ്ടിത് പറയിപ്പിക്കരുത്. എനിക്ക് നിങ്ങളോട് ഇനി ഇങ്ങനെ ജീവിക്കാൻ വയ്യ. കല്യാണത്തിന് മുമ്പ് എന്നെ കണ്ടപ്പോൾ നിങ്ങൾ എന്തൊക്കെയാ എന്നോട് പറഞ്ഞത് വല്ല ഓർമ്മയുണ്ടോ? ആ ഒരു എക്സ്പെക്ടേഷൻ വെച്ച് മാത്രമാണ് ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചേ. സത്യം പറഞ്ഞാൽ എൻ്റെ എക്സ്പെക്ടേഷനുള്ള ലൈഫ് പാർട്ണർ ഇച്ചിരി മോഡേൺ ആയ ഇൻഡിവിജ്വാലിറ്റി ഒക്കെ ഉള്ള ഒരു വർക്കിംഗ് വുമൺ ആവണമെന്നായിരുന്നു. ലക്കിലി രഘു അങ്ങനെ ഒരാളാണ്. എനിക്കും അങ്ങനെ തന്നെ. എൻ്റെ ഇഷ്ടങ്ങളെയും എൻ്റെ കരിയറിനെയും ഒക്കെ മനസ്സിലാക്കി എന്നെ ഫുള്ളി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെയാണ് എനിക്കും വേണ്ടത്. രഘുവിൻ്റെ ഇൻട്രസ്റ്റ് എന്തൊക്കെയാ? എനിക്ക് ട്രാവലിങ്ങും ഫാഷനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ട്രാവലിംഗ് ഇഷ്ടമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരുപാട് സ്ഥലത്തൊന്നും പോയിട്ടില്ല. ജയറാം വേണം കൊണ്ടുപോകാൻ. ആ, ട്രാവലിംഗ് എനിക്കും ഇഷ്ടമാണ്. ജീവിതത്തിൽ നല്ല എക്സ്പീരിയൻസും മൊമെൻറ്റ്സും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ട്രാവലിംഗ് മസ്റ്റാണ്. അല്ലാതെ കിട്ടുന്ന കാശ് ഫുള്ള് സേവ് ചെയ്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഫാഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വൈഫ് ചുരിദാറോ കുർത്ത ഇടുന്നേക്കാളും എനിക്കിഷ്ടം ഇതുപോലുള്ള മോഡേൺ ഡ്രസ്സ് ഇടുന്നത് തന്നെ. പിന്നെ ഇപ്പോഴത്തെ പെൺപിള്ളേരാരും സാരി ഉടുക്കാറില്ലല്ലോ. മോഡേൺ ആയ ഇൻഡിവിജ്വാലിറ്റി ഒക്കെയുള്ള വർക്കിംഗ് വുമൺ അല്ലേ? ഇൻഡിവിജ്വാലിറ്റിയുടെ അർത്ഥം എന്താ നിങ്ങൾക്ക് അറിയോ? ഈ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് പോലും ഇടാൻ പാടില്ല. എന്തുകൊണ്ട്? നിങ്ങളുടെ അമ്മയ്ക്ക് അത് ഇഷ്ടമാവില്ല. നമ്മളൊന്ന് പുറത്തുപോയി ഡിന്നർ കഴിക്കാൻ പാടില്ല. എന്താ? അതും നിങ്ങളുടെ അമ്മയ്ക്ക് ഇഷ്ടമാവില്ല. എന്നിട്ട് ഇതൊന്നും പോരാതെ ഞാൻ എന്റെ കരിയറാണ് നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടി വേണ്ടെന്ന് നോക്കണം അല്ലേ? എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായവും ഇല്ലേ? എല്ലാ ഡിസിഷൻ എടുക്കണോ നിങ്ങളുടെ അമ്മ? നിങ്ങളുടെ അമ്മ പറഞ്ഞ മാത്രം കേട്ട് ജീവിക്കുകയാണ്. നിങ്ങൾക്ക് എന്തിനാ കല്യാണം കഴിച്ചേ? പ്ലീസ്, ഇനി ഓരോ ദിവസം നിങ്ങളുടെ അമ്മ പറഞ്ഞ മാത്രം കേട്ട് ജീവിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് വേണ്ടത് എന്നെ മനസ്സിലാക്കുന്ന, എന്റെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണറിനെ. അല്ലാതെ അവനവന്റെ ഇഷ്ടങ്ങളോട് തുറന്നു പറയാതെ അമ്മയുടെ താളത്തിന് തുള്ളുന്ന ഒരാളല്ല. നീ അവളോട് ജോലിയുടെ കാര്യം സംസാരിച്ചോ? അമ്മ, അവൾ എന്തായിരുന്നാലും ജോലിക്ക് പോകും. ജോലിക്ക് പോകുന്ന? ഞാൻ ഇന്നലെ എല്ലാ കാര്യവും നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ? അമ്മ, എനിക്ക് എൻ്റെ ജോലി എത്രമാത്രം വലുതാണോ അതുപോലെ തന്നെയാണ് അവൾക്കും. പോരാത്തതിന് എൻ്റെ ഭാര്യ ജോലിക്ക് പോകുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. അപ്പൊ ഈ അടുക്കള പണി എല്ലാം ഞാൻ ഒറ്റയ്ക്കിരുന്ന് ചെയ്യണം അല്ലേ? അമ്മ, രാത്രിയിലെ ഡിന്നർ ഒഴിച്ചാൽ ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും അവൾ അമ്മയെ സഹായിക്കുന്നില്ലേ? ഇനി ഡിന്നറിൻ്റെ കാര്യം അത് ഞാൻ ഉണ്ടായിക്കോളാം. അമ്മ എനിക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞു തന്നാൽ മതി. നീ ഉണ്ടാക്കാനാ? നിന്നെ ഞാൻ വളർത്തിയതേ അടുക്കള പണി ചെയ്യാനല്ല. അമ്മ പറയും പോലെ അടുക്കള പണി ചെയ്യാൻ വേണ്ടി മാത്രമല്ലല്ലോ അമ്മ രഘുവിനെ അവരെ വീട്ടുകാർ ഇത്രയും പഠിപ്പിച്ചത്. അതുകൊണ്ട് അവൾ ജോലിക്ക് എന്തായിരുന്നാലും പോകും. ഇപ്പൊ മനസ്സിലായി, നീ നിന്റെ ഭാര്യയുടെ സൈഡാണല്ലേ? നീ അവളുടെ താളത്തിന് തുള്ളിക്കോ. ഇനി മേലെ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ ഞാൻ വരൂല. അമ്മ, എനിക്ക് അമ്മ എത്രത്തോളം വലുതാണോ അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഭാര്യയും. ഞാൻ അമ്മയെ സ്നേഹിക്കുന്ന നല്ലൊരു മകനാണെന്നുള്ള കാര്യം എനിക്കറിയാം. അതുപോലെ എൻ്റെ ഭാര്യയെ മനസ്സിലാക്കുന്ന
അവളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഒരു നല്ല ഭർത്താവാകണമെന്ന് എനിക്കുണ്ട്. അതിനെ അമ്മ ഇങ്ങനെ തെറ്റായി കാണരുത്. സ്വന്തം അഭിപ്രായങ്ങൾ പോലും തുറന്നു പറയാതെ അമ്മ പറയുന്നത് മാത്രം അനുസരിക്കുന്ന ഭർത്താവിന്റെ കൂടെ ജീവിക്കുക എന്നത് ഏതൊരു ഭാര്യയ്ക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ഭാര്യയുടെ ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും വകവയ്ക്കാതെ അമ്മയുടെ ഇഷ്ടങ്ങളെ മാത്രം സംരക്ഷിച്ച് മുന്നോട്ട് പോയാൽ ഭാവിയിൽ അത് വിവാഹ ജീവിതത്തെ തന്നെ സാരമായി ബാധിക്കും. അതുപോലെ തന്നെ വിവാഹശേഷം ഭാര്യയും ഭർത്താവിനും ഇടയിലുള്ള തീരുമാനങ്ങളിൽ പോലും അമ്മ അനാവശ്യമായി കടന്നുകയറ്റം നടത്തുന്നുണ്ടെങ്കിൽ അതിനെ തടയേണ്ടത് ഭർത്താവിന്റെ കടമയാണ്. ഇനി അമ്മമാരോടൊരു കാര്യം, വിവാഹശേഷവും തന്റെ മകൻ താൻ പറയുന്നത് മാത്രം കേട്ട് തന്റെ കൺട്രോളിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റായൊരു പ്രവണതയാണ്. വീട്ടിൽ വന്നു കയറിയ മരുമകൾക്കും സ്വന്തമായി ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും വ്യക്തിത്വവും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ തീരുമാനങ്ങൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കുക. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. ഭർത്താവിന് അമ്മയോട് പല കാര്യങ്ങളിൽ നോ പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മാത്രം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ അത് ഒഴിവാക്കാൻ എന്തെല്ലാം ചെയ്യാമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഓരോ ഭർത്താക്കന്മാരും അമ്മയുടെ തീരുമാനങ്ങൾ അതേപടി ശരിവെക്കാതെ തന്റെയും തന്റെ പങ്കാളിയുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് തീരുമാനമെടുക്കുക. തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SKJ ടോക്സ് എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ടോക്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SKJ ടോക്സിന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ടോക്സിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്നു.